Huawei സ്മാർട്ട്ഫോണുകളിൽ 5G ഇല്ല എന്ന പരാതി ഈ ഒരു സ്മാർട്ട് ഫോൺ തീർത്തിരിക്കുകയാണ്. Huawei Pura 90s സീരീസിലെ 90s Pro 90s Pro Max ആണ് എൻ്റെ കയ്യിലുള്ളത്. 90s Pro Maxന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാനൽ. കാണാത്തവർക്ക് പോയി കാണാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് Huawei Pura 90s Proയെ കുറിച്ചാണ്. ക്യാമറ പെർഫോമൻസിനെ കുറിച്ചും 5G നെറ്റ്വർക്കിൻ്റെ കാര്യവും സോഫ്റ്റ്വെയർ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നുണ്ടാവുക. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ലഭിക്കും. ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ ഇല്ലേ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇന്ത്യയിൽ നിന്നാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഹൈപ്പ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളൂ. സോ സമയങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇതാണ് Pura 90s Proയുടെ ബോക്സ് വരുന്ന. ബോക്സിനകത്തായിട്ട് 66 വാട്ടിൻ്റെ ചാർജർ അഡാപ്റ്റർ ഉണ്ട്. അതിൽ നമുക്ക് USB-Aയും USB-Cൻ്റെയും ചാർജിങ് കേബിൾ കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ വരുന്നത് C-to-C ചാർജിങ് കേബിളാണ് വരുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് ബേക്ക് കേസും കൂടെ വരുന്നുണ്ട്. 4 കളേഴ്സിലാണ് ഗ്ലോബലി ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണെങ്കിലും 3 കളേഴ്സിലാണ് ഖത്തറിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് കോക്കനട്ട് വൈറ്റ് എന്ന് പറയുന്ന കളറാണ്. ഇതുകൂടാതെ ഓറഞ്ച് സോഡയിലും മൾബറി ബ്ലാക്കിലും ഖത്തറിൽ അവൈലബിൾ ആണ്. ഇതുകൂടാതെ ഗോവ സോഡ എന്ന് പറയുന്ന കളറിലും ഗ്ലോബലി അവൈലബിൾ ആണ്. എനിവേ 8.2 mm തിക്നെസ്സിൽ 213.5 ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ചെറുതായിട്ടൊരു വെയിറ്റുള്ള ഒരു ഫോണാണ്. അതുപോലെ തന്നെ ബോക്സി ഡിസൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അലൂമിനിയം ആണ് ബോഡി ഫ്രെയിം വരുന്നത്. ഗ്ലാസ് ബാക്ക് പാനലാണ്, മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. സോ ലുക്ക് വൈസ് നമുക്ക് Pura 80 സീരീസിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു സിമിലർ ഡിസൈൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നല്ല ഗംഭീരമായിട്ടുള്ള ഡ്യൂറബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ IP68 and 69 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ ആണ്. റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടണും പോലും ബ്രോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ വരുന്നത്. 2 നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകളിൽ ഒറ്റ നോട്ടത്തിൽ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. LTPO പാനലാണ്. 1 Hz മുതൽ 120 Hz എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. 460 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. കണ്ണൻ ഗ്ലാസിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ പ്രൊട്ടക്ഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. താരതമ്യേന തിന്നായിട്ടുള്ള ബസലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, നല്ല കളർഫുൾ ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവൻ വെളിയിലൊക്കെ പോയാൽ തന്നെ നല്ല രീതിയിലുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ബാറ്ററിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6000 mAh ബാറ്ററിയും 66 വാട്ടിൻ്റെ ചാർജർ അഡാപ്റ്റർ നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നേരത്തെ കാണിച്ച പോലെ. അതുപോലെ 50 വാട്ടിൻ്റെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് കൂടി ഇതിൽ സപ്പോർട്ട് ഉണ്ട്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാനാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിലും ഒരു ദിവസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ 1.5 ദിവസത്തോളം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവരുടെ തന്നെ പ്രോസസ്സറായിട്ടുള്ള കിരിൻ 9030S എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5G ലഭിക്കുന്നുണ്ട്. വെറും 5G അല്ല, 5.5G അല്ലെങ്കിൽ 5G+ നെറ്റ്വർക്കാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. 23ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ട് ഉണ്ട്. സോ 5.5G നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ UAE ഞാൻ ടെസ്റ്റിംഗ് കാര്യമൊക്കെ നടത്തിയ സമയത്ത് കാണാൻ സാധിച്ചത് 2000-2500 MBPS മുകളിലാണ് ഡൗൺലോഡ് സ്പീഡ് ലഭിച്ചിട്ടുള്ളത്. അതായത് 5.5G ആക്സസ് ചെയ്യാവുന്ന സ്ഥലത്താണ് നിങ്ങളുള്ളതെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ബ്ലൂടൂത്തിൻ്റെ 6 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. IR ബ്ലാസ്റ്റർ ഇതിൽ സപ്പോർട്ട് ഉണ്ട്. ഈ സിം ഈ ഒരു 90s Proയിൽ സപ്പോർട്ടില്ല, 90s Pro Maxൽ മാത്രമാണ് സപ്പോർട്ടുള്ളത്. അതുപോലെ NFC ഇതിൽ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ടാപ്പ് ആൻഡ് പേ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ റീജിയൻ ആണ്. ചില റീജിയനിൽ സപ്പോർട്ട് ഉണ്ട്, ചില റീജിയനിൽ സപ്പോർട്ട് ഇല്ല. സോ നിങ്ങൾ നിൽക്കുന്ന രാജ്യത്ത് ഈ ഒരു ടാപ്പ് ആൻഡ് പേ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധിക്കുന്നില്ലെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് ദയവ് ചെയ്തത് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ 12GB റാമിൽ 256GB 12GB റാമിൽ 512GB ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബലി അവൈലബിൾ ആകുന്നതെങ്കിലും ഖത്തറിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 12GB റാമിൽ 256GB ഇറങ്ങുന്നത്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇല്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള ഇവരുടെ തന്നെ പ്രോസസ്സർ ആയിട്ടുള്ള കിരിൻ 9030S എന്ന് പറയുന്ന പ്രോസസ്സർ ഈ ഒരു 90s Proയിൽ മാത്രമല്ല 90s Pro Maxലും സെയിം പ്രോസസ്സർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഡേ ടു ഡേ ടാസ്കിങ്, മൾട്ടി ടാസ്കിങ് ഒക്കെ നല്ല ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവൻ ഗെയിമിങ്ങിൻ്റെതാണെങ്കിലും ഇതിൽ സപ്പോർട്ടാകുന്ന ഗെയിമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറേ സമയമൊക്കെ ഗെയിം കളിക്കുന്ന സമയത്ത് ചെറുതായിട്ടുള്ള രീതിയിൽ വാമാന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത് കൂളുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആണോ എന്ന് ഇപ്പോഴും ചോദിക്കുന്നവരോടുള്ള ഉത്തരം ഇത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ അല്ല. പകരം ഇവരുടെ EMUI 16 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. പ്ലേ സ്റ്റോർ ഒഫീഷ്യലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് ഇതിൽ നമുക്ക് പ്ലേ സ്റ്റോർ കാണാൻ സാധിക്കില്ല.
പകരം മറ്റൊരു വഴിയിലൂടെ നമുക്കത് ആക്സസ് ചെയ്യാൻ സാധിക്കും. എനിവേ Huawei ആപ്പ് ഗാലറി എന്ന് പറയുന്ന സ്റ്റോറാണ് ഒഫീഷ്യലായിട്ട് നമുക്കിതിലുള്ളത്. അതിലൂടെ നമുക്ക് ഒട്ടുമിക്ക ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഗെയിമോ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല പ്ലേ സ്റ്റോറിലൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആപ്പ് ഗാലറിയിൽ നമുക്ക് Gbox എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പ്ലേ സ്റ്റോർ ലഭിക്കും. അവിടെ നമ്മുടെ ജിമെയിൽ ഐ ഡിയും കാര്യങ്ങളും സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോർ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗൂഗിളിൻ്റെ ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസും നമുക്കിതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ പേ ഒഴികെ. ഇനി അതല്ലാതെ Huawei സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ ആണോ വർക്ക് ചെയ്യാത്തത് ആ ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നതാണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ലൗഡിയാണ്, കിഡിലൻ സ്പീക്കർ ക്വാളിറ്റിയാണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ട് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ ഒരു ഫോണിന്റെ മെയിൻ കീ ഫാക്ടർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഈ കാണുന്ന ക്യാമറ തന്നെയാണ്. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ലെൻസ് വിത്ത് OIS, അതും വേരിയബിൾ അപ്പാച്ചറോട് കൂടിയിട്ടുള്ളതാണ്. f1.4 to 4.0 എന്നുള്ള രീതിയിൽ നമുക്ക് പ്രോ മോഡിൽ മാനുവലി അപ്പാച്ചർ കൺട്രോൾ ചെയ്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. 50 മെഗാ പിക്സലിൻ്റെ 4x ടെലിഫോട്ടോ ലെൻസ് വിത്ത് OIS, 12.5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്. സോ റിയർ ക്യാമറ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ ഗംഭീരം എന്ന് എനിക്ക് പറയാനുള്ളത്. എസ്പെഷ്യലി ഈ ഒരു ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ്, അത് ഹ്യൂമൻ പോർട്രേറ്റ് ആണെങ്കിലും നോർമൽ പോർട്രേറ്റ് ഒക്കെ ആണെങ്കിൽ തന്നെ സൂപ്പർബായിട്ടുള്ള ഫോട്ടോസ്, എസ്പെഷ്യലി ഭയങ്കര ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൂപ്പർ മാക്രോ മോഡാണ്. അതിലെടുക്കുന്ന ഫോട്ടോസ് ഈവൻ 10x സൂം ചെയ്തിട്ട് എടുത്താൽ പോലും നല്ല ഷാർപ്പായിട്ടുള്ള മാക്രോ ഫോട്ടോഗ്രാഫി നമുക്കിതിലെടുക്കാൻ സാധിക്കുന്നുണ്ട്. മാക്രോ വീഡിയോഗ്രാഫി പറഞ്ഞ പോലെ തന്നെ അപ് ടു 10x നമുക്കിത് സൂം ചെയ്തെടുക്കുകയാണെങ്കിൽ വലിയ ഷേക്കിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ ഗംഭീരമായിട്ടുള്ള മാക്രോ വീഡിയോഗ്രാഫി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂപ്പർബായിട്ടുള്ള HDR പെർഫോമൻസ് ഉണ്ട്, നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫിയും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ 100x ഡിജിറ്റൽ സൂം ഇതിൽ സപ്പോർട്ട് ഉണ്ട്. അത്രയും സൂം ചെയ്താലും റീഡബിൾ എന്നുള്ള രീതിയിൽ നമുക്കിതിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി മെയിൻ ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള f1.4 എന്ന് പറയുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള അപ്പാച്ചറാണ്. അതുകൊണ്ട് തന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ നല്ല സൂപ്പർബ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡേ ലൈറ്റ് പെർഫോമൻസ് ആണെങ്കിലും HDR പെർഫോമൻസ് ആണെങ്കിലും പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ ആണെങ്കിൽ തന്നെ നല്ല ഡീറ്റെയിൽസും ഷാർപ്നെസ്സും നൽകുന്ന ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ കിട്ടിലൻ ഫോട്ടോഗ്രാഫി സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈവൻ 12.5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിലൊരു ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ഫോട്ടോസും നല്ല കിഡിലൻ ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ 13 മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും വലിയ ക്വാളിറ്റി ഉണ്ടാവോ ഇല്ലേ എന്നുള്ള സംശയമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഉള്ള ക്വാളിറ്റി നല്ല രീതിയിൽ നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളും ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഡേ ലൈറ്റ് ആണെങ്കിലും HDR ആണെങ്കിലും സൂപ്പർബായിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് ലഭിച്ചിട്ടുണ്ട്. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി എനിക്ക് ഇതിലെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ക്യാമറ പെർഫോമൻസ് ഫോട്ടോഗ്രാഫി വൈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീഡിയോഗ്രാഫി സാമ്പിൾസും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ വീഡിയോഗ്രാഫി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. നല്ല രീതിയിലുള്ള HDR പെർഫോമൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഡീറ്റെയിൽസും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റി നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. കളേഴ്സൊക്കെ ഒരു നാച്ചുറൽ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. നല്ല ഡീറ്റെയിൽസ് നമുക്ക് ഫേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. സൂപ്പർബായിട്ടുള്ള HDR പെർഫോമൻസും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു നാച്ചുറൽ കളർ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. Huawei Pura 90s Proയുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 256GBക്ക് 3219 ഖത്തറിലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 83,000 പ്ലസ്. ഓൾ ഓവർ GCCയിലും ഇന്ത്യയിലും ഈ ഒരു സ്മാർട്ട് ഫോണിന് വാറണ്ടി ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഖത്തറിൽ നിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിൽ ജൂലൈ 23-നും ജൂലൈ 30-നും ഇടയിൽ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് 649 ഖത്തർ റിയാൽ വില വരുന്ന Huawei ഫ്രീ ക്ലിപ്പ് 2 ലഭിക്കും. അതുപോലെ തന്നെ 1 ഇയർ പ്രീമിയം വാറണ്ടി കാറ്റഗറിയിൽ, അതായത് ഒരു വർഷത്തിനുള്ളിൽ ഡിസ്പ്ലേ വീണ് പൊട്ടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിസിക്കൽ ഡാമേജോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പോലും ഫ്രീ ആയിട്ട് ഒരു തവണ അത് റീപ്ലേസ്മെൻറ്റ് ചെയ്തു തരുന്നതാണ്. ഇനി ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ കോമ്പാക്ട് സ്മാർട്ട് ഫോണാണ്. സിംഗിൾ ഹാൻഡിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സ്മാർട്ട് ഫോണാണ്. നല്ല കിട്ടിലനായിട്ടുള്ള ക്യാമറ പെർഫോമൻസ് സൂപ്പർബായിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റി,
നല്ല രീതിയിലുള്ളൊരു ബാറ്ററി പെർഫോമൻസ്, കിട്ടിലിനായിട്ടുള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഇതാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു Huawei Pura 90s Pro എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്നതാണ്. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവിടെ മെസ്സേജ് ചോദിക്കാവുന്നതാണ്. സോ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.